ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹലോ ഹായ്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീട്ടിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്നും ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആ തുണിയൊന്നും ഉണങ്ങിയില്ല, അകത്ത് തന്നെ വാരിയിട്ടേക്കുവാണ്. മകൾ എഴുന്നേറ്റു. സാമ്പാറിനുള്ള മഴക്കറി ഒന്ന് വഴറ്റുകയാണ് കേട്ടോ. സൗണ്ട് കിട്ടാത്തതുകൊണ്ട് വീണ്ടും ഞാൻ ഇതിന് സൗണ്ട് കൊടുക്കുവാണ്. ഭയങ്കര ചേട്ടൻ ചായയൊക്കെ ഇട്ടുണ്ട്. ചായ ഒഴിച്ചിട്ട് കിടക്കും. അവിടെ തുമ്മൽ കിടക്കുന്നു. പനി ആയതുകൊണ്ടേ ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. എണ്ണയിട്ട് വന്നു. മോൻ്റെ പരിപാടി ഇങ്ങനെയാണ് കേട്ടോ. ബാക്കി എല്ലാവരും എണ്ണീറ്റാലും അവ എഴുന്നേക്കത്തില്ല. 7:30 എണ്ണിക്കാനുള്ളതിന് 6:30 തൊട്ട് അലാറം വെക്കും. അത് ഇങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും. ഇന്ന് മുതൽ മോന് കോളേജുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിലും കോളേജിലും പോകുന്ന മക്കൾക്കെല്ലാം ആശംസകൾ. പഠിച്ച് മിടുക്കരായിട്ട് വരണം കേട്ടോ. മോളിനെ പോകാനുള്ള ഒരുക്കത്തില്ല, തുണിയൊക്കെ തേച്ചൊക്കെ വെക്കുക. പിന്നെ അല്ലാതെ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ദോശ കേട്ടോ. അതാണ് ഇത്രയും മാവ്. ഇന്ന് ചോറ് വെച്ചില്ല. ഇന്ന് മകൻ ദോശ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ദോശ മതി. ഞാൻ ദോശയാണ് കഴിക്കുന്നത്. അവൻ്റെ മകളും ഉച്ചയ്ക്ക് ദോശ കൊണ്ടുവന്നു. അപ്പോൾ ചേട്ടന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടന് നിന്ന് ദോശ കൊണ്ടുവന്നു. അതുകൊണ്ട് ചോറ് എല്ലാം ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്. നിറഞ്ഞ കിടപ്പുണ്ട്. മോട്ടിട്ടിട്ട് കഴുകണം. ഇത്തിരി കൂടെ കുറച്ച് മണം വരട്ടെന്ന് വെച്ചു. കതവി ഇടാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇനി പാൻറ്റും കൂടെ ഉണ്ട്. തേച്ചാണ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ചേട്ടൻ്റെ ദോശ. കറി ഇവിടെ ഉണ്ട്. സാമ്പാർ കേട്ടോ. ഇവിടെ കടുവറുത്തിട്ട് കേട്ടോ. നേരത്തെ മുളകൊന്നും ഇട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കടുവറുത്തിട്ട്. മോന് കൊണ്ടുപോകാൻ വേണ്ടി ചേട്ടൻ ദോശയൊക്കെ പൊതിഞ്ഞൊക്കെ വെക്കുകയാണ് കേട്ടോ. എൻ്റെ സൗണ്ട് അതിനകത്ത് കിട്ടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഡബ് ചെയ്യേണ്ടി വന്നു. എന്താ ചെയ്യുക, മൈക്ക് എന്തായാലും ഉടനെ തന്നെ ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിനെക്കാട്ടി കൊള്ളാം. നമ്മൾ സൗണ്ട് കൊടുത്തങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ ഇനിയിപ്പം അങ്ങനെ ചെയ്യാം. അടി കിട്ടും നിനക്ക്. മക്കൂന്തി ഇവിടെ വാടി, ഇവിടെ വാ ബാ ബാ ബാ. ഭയങ്കര അനുസരണയാണ്. വിളിച്ചാൽ പിന്നെ അവിടെ ഇരിക്കും. മോൾ അവിടെ ഇരുന്ന് കൂട് കഴിവട്ടെ. മോക്കം ശല്യം ഉണ്ടാക്കണ്ട. ഒന്നത് വയ്യ കേട്ടോ. അപ്പോൾ രണ്ടെണ്ണത്തിനെയും പിടിച്ചിട്ട് അടച്ചു. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ പരിപാടികൾ. അപ്പം മോൻ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങിയത് ഞാൻ വന്ന് എടുത്തതാണ് കേട്ടോ. ആദ്യമായിട്ട് പോകില്ല. ആദ്യമായിട്ടല്ല, ഇടയ്ക്കൊക്കെ അവന് ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ ജൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ലീവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ മോൻ പോകുന്നതങ്ങ് എടുത്തതാണ്. ഇത് പിന്നെ മോക്കുണ്ടായുള്ള ദോശയും സാമ്പാറും ഒക്കെയാണ് കേട്ടോ. അതെല്ലാം എടുത്ത് വെച്ചിട്ടാണ് മോൾ തൂക്കാനായിട്ട് കയറിയത്. വൃത്തിയാക്കും. ഇന്ന് വലിയ പനിയൊന്നും ഇല്ല കേട്ടോ. ജലദോഷം. ഒരാൾ ട്യൂഷനായിട്ട് റെഡിയായി. ഇനി ചോറെടുത്ത് വെക്കണം. ചോറല്ല, ദോശയാണ്. ബാഗ് എന്ത് ചെയ്യും നോക്കട്ടെ. മുടി രണ്ട് പനി. അവിടെ ചേട്ടനും കഥവ് കൂട്ടല്ലേ. ഇങ്ങനെ അവർ രണ്ടുപേരും പോകാനിറങ്ങി. ഒരാൾ ട്യൂഷനുണ്ട് വർക്ക്ഷോപ്പിൽ. ചുമയാണ്, പനിയാണ്. ലേസ് എടുത്താ മോളെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. ചേട്ടനാണെങ്കിലും എന്നെയാണെങ്കിലും മാന്തിക്കും. അടങ്ങിയതെങ്കിൽ ഒരു തരത്തിൽ നിൽക്കത്തില്ല. എപ്പോഴും അടിപൊളിയായിട്ടെങ്കിലും വരും. അങ്ങനെ ചേട്ടൻ പിടിച്ച് അങ്ങോട്ട് പോകാൻ പറഞ്ഞതാണ്. കുളിക്കുക, വല്ലതും കഴിക്കുക, ഗുളിക കഴിക്കുക, ഇതൊക്കെ തന്നെയാണ് ജോലി. ഇനി അത് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ സമയം ഒന്ന് താമസിക്കും. അവൻ്റെ റൂമൊക്കെ അടിപൊളിയാക്കിയിട്ട്, പക്ഷേ വന്ന് കയറി 2 ചാട്ടം ചാടിയാൽ ഇപ്പം റെഡിയാകും കേട്ടോ. അവൻ അങ്ങനെയാണ്. എത്ര വലുതായാലും കുഞ്ഞുവാവ സ്വഭാവം. പിന്നെ ഇവിടെയൊക്കെ പിന്നെ അവൻ അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് ഇവിടെയൊക്കെ വൃത്തിയായിട്ട് തന്നെ കിടക്കും. പിന്നെ മകളുടെ റൂം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മകളെപ്പോഴും കുറച്ച് അടുക്കി പറക്കുന്ന എൻ്റെ ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഷീറ്റ് ചുളുങ്ങുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ചേട്ടൻ എഴുന്നേൽക്കുമ്പോൾ ഷീറ്റൊക്കെ മടക്കി വെച്ച് പണിയൊന്നുമില്ല. വെള്ളം തിളപ്പിച്ച് വെച്ചു. മകളും കൂടെ ചേർന്നിട്ടായിരുന്നു വൃത്തിയാക്കി. ചേട്ടനും കൂടെ സഹായിച്ചു തന്നു. അങ്ങനെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഡ്രസ്സൊക്കെ മാറി. നമ്മൾ തല കഴുകുന്നത് ചേട്ടനോ മോളോ ഉള്ളപ്പോഴേ കഴുകത്തുള്ളൂ കേട്ടോ. കാര്യം കുളിമുറിയിൽ നിന്ന് ഇങ്ങനെ എനിക്ക് കുളിക്കാൻ പറ്റത്തില്ല. ഭയങ്കര തലകറക്കം വരും. അപ്പോൾ അവരുള്ളപ്പോഴേ തല കഴുകത്തുള്ളൂ. രണ്ടുപേരും ആരെങ്കിലും ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനെ തല കഴുകും.
മിക്കവാറും രാത്രിയായിരിക്കും തല കഴുകുന്നത്. തല മാത്രമേ കഴുകൂ, അപ്പോൾ പുറം നനയ്ക്കാറില്ല. രാവിലെ പുറം കഴുകി ഡ്രസ്സൊക്കെ മാറി ഉണ്ടാവും. അപ്പോഴത്തേക്ക് നമുക്കിനി കുറച്ച് ജോലിയുണ്ട്. നമുക്ക് കുടുംബശ്രീ പോലെ ഒരു വഞ്ചിനാടെന്ന് പറഞ്ഞ ലോണുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റ് എന്താണ്ടൊക്കെ ഞാൻ. അപ്പോൾ അത് ഞാൻ ഇനി മൊത്തം എഴുതി വെക്കണം. അപ്പോൾ അത് കാണിച്ചു തരാം. ഇനി എഴുതി നമ്മൾ പൈസയായിട്ട് എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കണം. സാറ് വരുമ്പം ഇത് സാറിൻ്റെ ഏൽപ്പിക്കണം. അപ്പം ഇതാണ് എൻ്റെ ജോലി. ഒക്കെയുണ്ട് വിശേഷങ്ങൾ. നിങ്ങൾ വീഡിയോ കാണാറുണ്ട് കേട്ടോ. കാണാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്ക് കമൻ്റ് ഇടാനൊന്നും പറ്റാറില്ല. ഞാൻ പിന്നെ എൻ്റെ വീഡിയോ ഇത്തിരിയെങ്കിലും മുകളിലോട്ട് വരട്ടെന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് വാങ്ങിച്ചത് എന്തെങ്കിലുമൊക്കെ അങ്ങ് ഇടുക ഓരോരോ കാര്യങ്ങളായിട്ടേ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരടുത്ത് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കുഞ്ഞാണെങ്കിലും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതിന്. ട്യൂഷന് പോയിട്ട് വന്നാൽ ഫസ്റ്റ് എൻ്റെ കാര്യങ്ങൾ മൊത്തം തിരക്കുന്നത് കേട്ടോ. എവിടെയൊക്കെ വീണ് എവിടെയൊക്കെ കിടന്നെന്നൊക്കെ. ഒരു പ്രാവശ്യം വീണോളൂ, പിന്നെ എവിടെ കിടന്നു, പിന്നെ ഉറങ്ങി. അത് നിങ്ങൾ വിളിച്ചപ്പോൾ കേൾക്കാൻ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നപ്പോൾ തട്ടിയൊന്നുമില്ലെന്ന് തോന്നുന്നു, തറയിലാണ് കിടന്നു. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു? കഴിക്കാൻ വല്ലതും ഉണ്ടോ? തിരിച്ചെന്തെങ്കിലും മറുപടി പറഞ്ഞുകൂടി? പാലും മാവും മാത്രമേ ഉള്ളൂ. പിരിക്കുന്നു. ആഹാ, മേടിച്ചോണ്ട് വന്ന കേക്ക്, പൂക്കേക്ക്. എന്താ പണ്ടത്തെ? ഇതെന്തുവാ? പൊതിക്കേക്ക്. പൂക്കേക്കല്ല, പൊതിക്കേക്ക്. ഞാൻ ചോദിച്ചത് പൂക്കേക്കാണ്. പൊതിക്കേക്ക് പണ്ട് കല്യാണ വീട്ടുകളിൽ കൊടുക്കുന്ന ഇതായിരുന്നു അല്ലേ, പൊതിക്കേക്ക്. അപ്പോൾ അതാണ്ട് വന്നിട്ടുണ്ട്. ഇനി മീൻ വെട്ടല് ആരംഭിക്കും. എന്ന് ഞാൻ തിന്നാത്ത കുറേ മീനുകൾ വാങ്ങിച്ചുകൊണ്ട് വരും. ഞാൻ ഒരു മീനും തിന്നാറില്ല, എന്നാലും ഒന്ന് നോക്കാം എന്തൊരു മീനാണെന്ന്. എന്തൊരു മീനാണ്? എന്തൊരു മീനിത്? നെത്തോലി. നാളത്തേക്കുള്ള നെത്തോലിയ. വേറെ ഏതാണ്ട് കിടക്കുന്നു. താടയും നെത്തോലി. അവരൊക്കെ പിന്നെ അതെല്ലാം കഴിച്ചോളൂ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. എന്നാലും ആണിയാണ്ട് ഇൻസ്റ്റ എടുക്കേണ്ടി വരും ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഭാവം കഴിക്കാം, എനിക്ക് വിശക്കുന്നു. ഞാൻ നീ വന്നിട്ട് എൻ്റെ മുടി പറഞ്ഞു കിടക്കും. ഞാൻ വെച്ച് നീ വന്നിട്ട് കഴിക്കാമെന്ന്. ദോശ കഴിക്കാം. എന്നാ ബ്രെഡ് എടുത്തോണ്ട് വാ. എന്നാ പാല് കാച്ചിയാ? പിന്നെ ബ്രെഡ് എടുത്തോണ്ട് വരുന്നു. എനിക്ക് വിശക്കുന്നൊരു ഗുളിക കഴിച്ചോണ്ടേ. ചെല്ല്. ഇനി ഇവള് കുറേ നേരം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. എനിക്കങ്ങനെ പറഞ്ഞാൽ അപ്പം തന്നെ ചെയ്യണമെന്ന് എനിക്കറിയാമല്ലോ. എനിക്ക് വിശക്കുന്നു. എന്ത് കേട്ട് നിൽക്കുന്നത്? അത് മുടി അങ്ങനെ കെട്ടുന്നുണ്ട്, പൊക്കി കെട്ടുന്നുണ്ട്. ആ സൈഡിലെ മുടി മൊത്തം പൊഴിഞ്ഞു പോയി കാണും. എൻ്റെ അങ്ങനെ തന്നെ ഒരു സൈഡ്. ആവശ്യമുള്ള മേലിന്നുണ്ട്. ഇതെന്തെല്ലാം കൂടെ എനിക്ക് വെക്കുന്നത് നമ്മൾ കണ്ടോ കൂടെ. എനിക്കത് ഇച്ചിരി മതി, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത്. നമുക്ക് തിന്നാൽ മതി. അയ്യടി മോളെ, എനിക്ക് ഇച്ചിരി മതി. പാല് വേണ്ടേ? ഇത്ര വലിയ കുറച്ച് നീ വെച്ച്. എനിക്ക് ഇത്ര വേണ്ട. കഴിക്കാനും കൂടെ എടുത്ത് വെച്ചാൽ വാരം എനിക്കതില്ല. എനിക്ക് തിന്നാനാണ്. ഉറക്കം നോക്കാം എന്താണ്. എന്താ എടുത്തോണ്ട് പോകുന്നില്ല? എന്തോ നെത്തോലി കവറി വാരിയിടുന്നു, താട ചട്ടി വാരിയിടുന്നു. എന്തൊക്കെ ഉദ്ദേശങ്ങൾ. എനിക്കൊരു താട നാളത്തേക്കായിരിക്കും. ആണ് നെത്തോലി മറ്റന്നാളത്തേക്കാണ്. അത് വെട്ടാൻ എളുപ്പമുണ്ടല്ലോ. മുള്ളുണ്ട്, മുള്ളു കൈ കയറി. ആ താഴയുടെ സൈഡിൽ ഒരു മുള്ളുണ്ട്, അത് കയ്യിൽ കയറി. തീർന്നില്ലേ? ഇപ്പം എത്ര? 50-100 രൂപ. കുറേ കാലം കൂടി മീനില്ലാതിരുന്ന് മീൻ കിട്ടിയതാണ്. അതിൽ നിന്നും അടിച്ചു മാറ്റി നാളത്തേക്ക് പൊരിക്കാൻ വെക്കുന്നു. ഇവരെത്ര ദിവസം ഉപയോഗിക്കാമെന്ന് ആലോചിക്കുന്ന മനുഷ്യനാണ്.
അതാണ് കാരണം അവർ. ഞാനാണെങ്കിൽ 2 ദിവസം കൊണ്ടെല്ലാം തീർക്കും. പ്രത്യേകിച്ച് ഈ പൊടി മീനുകൾ. ഇപ്പം നമുക്ക് വയ്യാത്തതുകൊണ്ട് നമ്മൾ കയറാത്തതുകൊണ്ട് അവർ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പോവുകയാണ്. കേട്ടോ, ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് താട വെട്ടുകാൻ അറിഞ്ഞുകൂടാത്തവർ കണ്ടുപിടിച്ചോളൂ. ആദ്യമേ താടയുടെ ചെതമ്പൽ മൊത്തം കളയണം. എന്നിട്ട് തല വെട്ടണം. അല്ല, 2 സൈഡിലും ചെതമ്പൽ കളയണം. അല്ല, ഓരോ മീനും വെട്ടുന്നതിന് ഓരോ ഇതുണ്ട്. ഉണ്ടോ? അപ്പം താട വെട്ടി സുന്ദരിയാക്കുന്നതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? മീൻ വെട്ടാൻ ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ സുനിൽകുമാർ എന്ന തോണ്ടൽ വീട്ടിൽ താമസിക്കുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാം. ടാറ്റാ, ബൈ ബൈ. ഓക്കെ, ബൈ.